Hi all, I+ Training Solutions ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് വെയ്റ്റ്സ് റൂൾ ആണ്. നമ്മുടെ എല്ലാ സെറ്റ് എക്സാംസിനും സ്ഥിരമായിട്ട് ഷുവറായിട്ട് നമുക്ക് ഒരു ചോദ്യം വെയ്റ്റ്സ് റൂൾ റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതായത് ഒന്നെങ്കിൽ നമുക്കൊരു ബൊറൈൻ തന്നിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കാർബൊറൈൻ തന്നിട്ട് അതിൻ്റെ സ്ട്രക്ചർ ക്ലോസോയാണോ, നിഡോയാണോ, അരക്കനോയാണോ, ഹൈപ്പോയാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ചോദ്യം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഉണ്ടാവാറുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്. ജസ്റ്റ് അതിൻ്റെ കൺസെപ്ച്വലി ഉള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഒരു ടോപ്പിക്കാണ് വെയ്റ്റ്സ് റൂൾ കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ വെയ്റ്റ്സ് റൂള് ഇൻ ദി കേസ് ഓഫ് ബൊറൈൻസ് ആൻഡ് കാർബൊറൈൻസ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ സെയിം വെയ്റ്റ്സ് റൂള് തന്നെ നമുക്ക് മെറ്റൽ ക്ലസ്റ്റേഴ്സിൻ്റെ കേസിൽ, അതുപോലെ തന്നെ നമ്മുടെ പി ബ്ലോക്കിലുള്ള ചില മെറ്റൽ ക്ലസ്റ്റേഴ്സ്, പി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ചില മെറ്റൽ ക്ലസ്റ്റേഴ്സിന്റെ കേസിലും യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ചില മെറ്റൽ കാർബണൈൽ കോമ്പൗണ്ട്സിന്റെ കേസിൽ നമുക്ക് വെയ്റ്റ്സ് റൂൾ യൂസ് ചെയ്തിട്ട് അവരുടെ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യാം. അത് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എടുക്കാം കേട്ടോ. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ബൊറൈൻസിന്റെ കേസിലും കാർബൊറൈൻസിന്റെ കേസിലും അവരുടെ സ്ട്രക്ചർ പ്രെഡിക്ഷൻ ആണ്, വെയ്റ്റ്സ് റൂൾ യൂസ് ചെയ്തിട്ടുള്ള അവരുടെ സ്ട്രക്ചർ പ്രെഡിക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Waits rule can be used to predict the structures of the polyhedral borohydrates. Polyhedral borohydrates in the case of the structure prediction use ചെയ്യുന്ന ഒരു മെത്തേഡാണ് വെയ്റ്റ്സ് റൂൾ എന്ന് പറയുന്നത്. ദിസ് തിയറി പ്രൊവൈഡ്സ് ഇലക്ട്രോൺ കൗണ്ടിങ് റൂൾ ടു പ്രെഡിക്ട് ദ സ്ട്രക്ചേഴ്സ് ഓഫ് ദി ക്ലസ്റ്റേഴ്സ് സച്ച് ആസ് ബൊറൈൻസ് ആൻഡ് കാർബൊറൈൻസ്. അപ്പം ഇലക്ട്രോൺ രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിലൊരു മെത്തേഡിൽ ഇലക്ട്രോൺ കൗണ്ടിങ് രീതി വഴിയാണ്, ഇലക്ട്രോൺ കൗണ്ടിങ് മെത്തേഡ് വഴിയാണ് നമ്മൾ അവരുടെ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഒരു രീതിയുണ്ട്, രണ്ട് രീതിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, then according to the Waits rule, the species with the formula BnHn2- and n+1 pairs of skeletal electrons are closed-structure. അപ്പം നമ്മുടെ വെയ്റ്റ്സ് റൂൾ പ്രകാരം നമുക്ക് ഈ പറയുന്ന ബൊറൈൻസ് ആൻഡ് കാർബൊറൈൻസിന്റെ സ്ട്രക്ചേഴ്സിനെ ക്ലോസോ, നിഡോ, അരക്കനോ, ഹൈപ്പോ എന്നിങ്ങനെ 4 ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് ക്ലോസോ. ക്ലോസോയുടെ കേസിൽ അവരുടെ ജനറൽ ഫോർമുല വരുന്നത് രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം അവരുടെ ജനറൽ ഫോർമുല. ഒന്നെങ്കിൽ BnHn2- ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ BnHn+2. ഓക്കെ, ഈ രണ്ട് രീതിയിലും നമുക്ക് ബൊറൈൻസിന്റെ കേസിൽ ക്ലോസോ സ്ട്രക്ചർ ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ സ്ട്രക്ചറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, BnHn2- അല്ലെങ്കിൽ BnHn+2 ഈ രണ്ട് രീതിയിൽ നമുക്ക് ബൊറൈൻസിന്റെ കേസിൽ നമുക്ക് അവരുടെ സ്ട്രക്ചറിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇവരുടെ കേസിൽ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് അതും കൂടെ നോക്കി വെച്ചേക്കുക. ക്ലോസോയുടെ കേസിൽ n+1 skeletal electron pairs അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതാണ് പറഞ്ഞിട്ടുള്ളത്. അക്കോർഡിംഗ് ടു വെയ്റ്റ്സ് റൂൾ, a species with the formula BnHn2- and n+1 pairs of skeletal electrons are called closed structure. BnHn2+ എന്ന് പറയുന്ന ജനറൽ ഫോർമുലയും n+1 skeletal electrons pairs വരുന്ന ആളുകളാണ് ക്ലോസോ സ്ട്രക്ചർ ഉള്ള ആളുകൾ. The closoborohydrates and their carborane analogues are typically thermally stable and moderately unreactive. അപ്പം എല്ലാ സ്ട്രക്ചേഴ്സും കമ്പയർ ചെയ്യുന്ന സമയത്ത്, ബൊറൈൻസിന്റെ ആയിക്കോട്ടെ കാർബൊറൈൻസിന്റെ ആയിക്കോട്ടെ, സ്ട്രക്ചേഴ്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് അല്ലെ കമ്പാരിറ്റീവ്ലി അൺറിയാക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ് ആര്? ഈ പറയുന്ന ക്ലോസോ സ്ട്രക്ചേഴ്സ്. ഓക്കെ, ബാക്കി നിഡോ, അരക്കനോ, ഹൈപ്പോയൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി അൺറിയാക്റ്റീവ് ആയിട്ടുള്ള തെർമലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളാണ് ക്ലോസോ സ്ട്രക്ചർ ഉള്ളവർ. ഓക്കെ, സോ ബോറോൺ ക്ലസ്റ്റർ വിത്ത് ഫോർമുല BnHn+4 and n+2 pairs of skeletal electrons have a nido structure. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് നിഡോ. നിഡോയുടെ ജനറൽ ഫോർമുല എങ്ങനെയാണ് വരുന്നത്? നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ക്ലോസോയുടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്നെങ്കിൽ BnHn+4 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ BnHn
4- എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഈ രണ്ട് രീതിയിലാണ് നമ്മൾ നിഡോ സ്ട്രക്ചേഴ്സിനെ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് അവരുടെ കേസിൽ n+2 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞു ക്ലോസോയുടെ കേസിൽ n+1 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് നിഡോയുടെ കേസിൽ n+2 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, they are regarded as derived from the closoboranes that has lost one vertex but have BHB bonds as well as BB bonds. ഇനി എങ്ങനെയാണ് നിഡോ സ്ട്രക്ചർ ഒറിജിനേറ്റ് ചെയ്യുന്നത്? ക്ലോസോ സ്ട്രക്ചറിൽ നിന്നും ഒരു വേർട്ടെക്സിനെ റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് നിഡോ സ്ട്രക്ചർ അവൈലബിൾ ആവുന്നത്. ഓക്കെ, ക്ലോസോ സ്ട്രക്ചറിൽ നിന്നും ഒരു വേർട്ടെക്സ് റിമൂവ് ചെയ്തിട്ടാണ് നിഡോ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ the boron clusters of the formula BNH n+6 and n+3 pairs of skeletal electrons have arachno structures. Okay, അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? arachno structure. മൂന്നാമത്തെ കാറ്റഗറിയാണ് arachno structure. അവരുടെ ജനറൽ ഫോർമുലയും രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്നെങ്കിൽ BNH n+6 എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ BNHN 6- എന്നുള്ള രീതിയിലും റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് അവരുടെ കേസിലുള്ള സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സ് എന്ന് പറയുന്നത് n+2 സ്കെലിറ്റൽ ഇലക്ട്രോൺ n+3 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സ് ആണ് അരക്കനോ ബൊറൈൻസിന്റെ കേസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ക്ലോസോ കാർബറൈനിൽ നിന്ന് ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോഴാണ് നിഡോ കിട്ടുന്നതെന്ന് പറഞ്ഞു. ആൻഡ് രണ്ട് വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോഴത്തേനാണ് നമുക്ക് അരക്കനോ സ്ട്രക്ചർ ലഭിക്കുന്നത്. ഓക്കെ, they are regarded as derived from closoborane that has lost 2 vertex. ക്ലോസോയിൽ നിന്ന് രണ്ട് വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോഴാണ് അരക്കനോ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അവസാനത്തേതാണ് എന്ത്? നമ്മുടെ ഹൈഫോ സ്ട്രക്ചർ. ഹൈഫോ സ്ട്രക്ചറിന്റെ കേസിൽ അവരുടെ കേസിൽ രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. BNH n+8 എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ BNHN 8-. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഹൈഫോ സ്ട്രക്ചറിനെ ഡിനോട്ട് ചെയ്യാം. ആൻഡ് ഇവരുടെ കേസിൽ n+4 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സ് അവൈലബിൾ ആയിരിക്കും. കേട്ടോ, n+4 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ടാബ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലോസോന്റെ കേസിൽ BNH n2-, അല്ലാന്നുണ്ടെങ്കിൽ BNH n+2 എന്നായിരിക്കും ജനറൽ റെപ്രസെന്റേഷൻ വരുന്നത്. അവർക്ക് n+1 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സ് അവൈലബിൾ ആയിരിക്കും. നിഡോയുടെ കേസ് വരുമ്പോൾ BNH n+4 അല്ലാന്നുണ്ടെങ്കിൽ BNHN 4- എന്നുള്ള രീതിയിലായിരിക്കും അവരെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുക. അവർക്ക് n+2 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സ് അവൈലബിൾ ആയിരിക്കും. അടുത്ത അരക്കനോ സ്ട്രക്ചർ വരുമ്പോഴത്തേന് BNH n+6 അല്ലാന്നുണ്ടെങ്കിൽ BNH n6- എന്നുള്ള രീതിയിലായിരിക്കും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. അവരുടെ കേസിൽ n+3 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട്. ദെൻ ഹൈഫോയുടെ കേസിൽ BNH n+8 അല്ലാന്നുണ്ടെങ്കിൽ BNHN 8- എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. അവരുടെ കേസിൽ n+4 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൊറൈൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാം. നോക്കിക്കേ, 2-3 എക്സാമ്പിൾസ്. ആദ്യത്തെ സ്പീഷീസ് ആണ് B6H10. അവരുടെ സ്ട്രക്ചർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? B6H10 ആണ് നമ്മുടെ സ്പീഷീസ്. ഓക്കെ, അപ്പൊ ഈ B6H10 എനിക്ക് എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ B6H10 എനിക്ക് 6+4 എന്ന് എഴുതാമല്ലോ. അപ്പൊ B6H 6+4 എന്ന് എഴുതാം അല്ലെ. അതായത് BNHN+4 എന്നുള്ള രീതിയിൽ കിടക്കുകയാണ് ഇത് അല്ലെ. അപ്പൊ BNH n+4 ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ട്രക്ചർ എന്താണ്? നിഡോ സ്ട്രക്ചർ ആണ്. സോ B6H10 എന്ന് പറയുന്ന സ്പീഷീസ് നിഡോ സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. അടുത്ത നോക്കിക്കേ, B5H11. B5H11 എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നോക്കിക്കേ, B5H11 ആണ് നമ്മുടെ സ്പീഷീസ്. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? B5H5+6 എന്ന് എഴുതാം അല്ലേ. അതായത് BNHN+6 എന്ന് എഴുതാം. അപ്പൊ BNHN+6 ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്ട്രക്ചർ എന്താണ്? അരക്കനോ സ്ട്രക്ചർ ആണ്. ഓക്കെ, അരക്കനോ സ്ട്രക്ചർ ആണ്. സോ നമുക്ക് മനസ്സിലായി B5H11 എന്ന് പറയുന്ന സ്പീഷീസിന് അരക്കനോ സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലായി. അടുത്തത് B7H7 2- എന്ന് പറയുന്ന സ്പീഷീസ്. ഇവരുടെ കേസിൽ നോക്കുന്ന ഉടനെ മനസ്സിലായി BNHN
2 മൈനസ് എന്നുള്ള രീതിയിലാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പൊ BnHn 2 മൈനസ് എന്ന് പറയുന്നത് ആരുടെയാണ്? ക്ലോസോയുടെ സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടി. ഓക്കെ, അപ്പൊ 3 പേരുടെ കേസിലും ബൊറൈൻസിന്റെ സ്ട്രക്ചർ ഐഡന്റിഫിക്കേഷനിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുവേ. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നോക്കാം. What is the number of skeletal electron pairs available in B5H9? B5H9ന്റെ കേസിൽ അവൈലബിൾ ആയിട്ടുള്ള സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സ് എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കത് ക്ലോസോയാണോ നിഡോയാണോ അരക്കനോ ഹൈപ്പോയാണോ എന്ന് അറിയണം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലോസോയിൽ N+1 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സ്, നിഡോയിലാണെങ്കിൽ അത് N+2 അല്ലെ. അപ്പൊ ഏതാണ് സ്ട്രക്ചർ എന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ അവിടെ എത്ര സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം സ്ട്രക്ചർ ഒന്ന് നോക്കാം. സ്പീഷ്യസ് എന്താണ്? B5H9 ആണ് നമ്മുടെ സ്പീഷ്യസ്. അപ്പൊ B5H9 എനിക്ക് എങ്ങനെ എഴുതാം? B5H5 പ്ലസ് 4 എന്ന് എഴുതാം അല്ലേ. അതായത് BnHn പ്ലസ് 4 എന്ന് എഴുതാം അല്ലേ. അപ്പൊ BnHn പ്ലസ് 4 ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ട്രക്ചർ ഏതാണ്? നിഡോയാണ് അല്ലെ. BnHn പ്ലസ് 4 ആണെങ്കിൽ നിഡോയാണ്. ആ നിഡോയുടെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്ര സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സ് അവൈലബിൾ ആണ്? N+2 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സ് അവൈലബിൾ ആണ് അല്ലെ. ആൻഡ് ഇവിടുത്തെ Nന്റെ വാല്യൂ എന്താണ്? 5 ആണ്. Nന്റെ സ്ഥാനത്ത് 5 ആണ്. സോ N+2 എന്ന് പറയുന്നത് എത്രയാണ്? 5 + 2 ദാറ്റ് ഈസ് 7 ഇലക്ട്രോൺ പെയേഴ്സ് അവൈലബിൾ ആണ്. സോ കറക്റ്റ് ആൻസർ എന്താ വരിക? ഓപ്ഷൻ ഡി 7. മനസ്സിലായോ? നമുക്ക് ഇവിടെ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സ് ഇൻ B5H9 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? B5H9 എന്ന് പറയുന്ന സ്പീഷ്യസ് ക്ലോസോയാണോ നിഡോയാണോ ഹൈപ്പോയാണോ അരക്കനോ ആണോ എന്ന് കണ്ടുപിടിക്കുക. അത് നമ്മൾ ചെയ്തപ്പോൾ BnHn പ്ലസ് 4 എന്നുള്ള ഫോമിലാണ്. സോ നിഡോയാണെന്ന് മനസ്സിലായി. നിഡോയാണെങ്കിൽ N+2 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. സോ നമുക്കിവിടെ 7 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സ് അവൈലബിൾ ആണ് എന്ന് കിട്ടി. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബൊറൈൻസിനെ സംബന്ധിച്ചിടത്തോളം അതിലേതെങ്കിലും ടൈപ്പ് ഓഫ് ചോദ്യങ്ങളെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അത് രണ്ടും ക്ലിയർ ആണല്ലോ. സ്ട്രക്ചർ സ്പീഷ്യസ് തന്നിട്ട് സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ തന്നിട്ട് അവിടുത്തെ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയേഴ്സിനെ കണ്ടുപിടിക്കാൻ, അങ്ങനെ ഏതെങ്കിലും 2 രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ബൊറൈൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കാർബൊറൈൻസ് ആണ്. അപ്പൊ കാർബൊറൈൻസ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, carborines are mixed hydrides of boron and carbon in which carbon and boron atoms occupy the vertices of the triangulated polyhedron. അതായത് നമ്മുടെ ബൊറൈൻസിനകത്ത് എക്സ്ട്രാ കാർബണും കൂടെ വരുന്നു, അതാണ് കാർബൊറൈൻ. ഓക്കെ, ബൊറൈൻസിനകത്ത് ബോറോണും ഹൈഡ്രജനും മാത്രമായിരുന്നു, അതിലേക്ക് കാർബണും കൂടെ വരുമ്പോഴാണ് നമ്മൾ അവരെ കാർബൊറൈൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ കാർബൊറൈൻസിന്റെ പൊതുവായിട്ടുള്ള ഫോർമുല നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. C2BnHn പ്ലസ് M എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതിൽ Nന്റെ വാല്യൂ എന്ന് പറയുന്നത് യൂഷ്വലി 3 മുതൽ 10 വരെ വേരി ചെയ്യാം. ഓക്കെ, BnHn പ്ലസ് M എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതിൽ Nന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 മുതൽ 10 വരെ വേരി ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ കാർബൊറൈൻസിലും നമ്മളിപ്പോൾ ബൊറൈൻസിന്റെ കേസിൽ നമ്മൾ പഠിച്ചു BnHn പ്ലസ് 2, BnHn പ്ലസ് 4, BnHn പ്ലസ് 6, BnHn പ്ലസ് 8 വന്നു കഴിഞ്ഞാൽ ക്ലോസോയാണോ നിഡോയാണോ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ റൂള് പഠിച്ചു അല്ലേ. അപ്പൊ കാർബൊറൈൻസിന്റെ കേസിൽ ഇനി ഒരു റൂള് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കാർബൊറൈനെയും കൂടെ അങ്ങ് ബൊറൈനാക്കി കൺവേർട്ട് ചെയ്യും. ബൊറൈനാക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബൊറൈൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാമല്ലോ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അത് കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായോ? കാർബൊറൈൻസിനെയും കൂടെ നമ്മൾ ബൊറൈൻസ് ആക്കി കൺവേർട്ട് ചെയ്ത ശേഷം അവരുടെ സ്ട്രക്ചർ കണ്ടുപിടിക്കുക. എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ കാർബണിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് കാർബണിന്റെ വാലൻസി നമുക്കറിയാം എത്രയാണ്? 4 ആണ് അല്ലേ. ബോറോണിന്റെ വാലൻസി എന്താ വരിക? 3 ആണ് വരുന്നത്. ഹൈഡ്രജന്റെ വാലൻസി എന്താ വരിക? 1 ആണ് വരുന്നത് അല്ലേ. അപ്പം കാർബണിന്റെ വാലൻസി 4, ബോറോണിന്റെ 3, ഹൈഡ്രജന്റെ 1. അപ്പൊ ഈ ബോറോണും ഹൈഡ്രജനും കൂടെ ചേർന്ന് BH ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വാലൻസി എന്താണ്? 3 + 1 4 ആണ് അല്ലേ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ 4 വാലൻസി ഉള്ള കാർബണിനെ റീപ്ലേസ് ചെയ്ത് 4 തന്നെ വാലൻസി വരുന്ന BHനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, സെയിം ആണ്. കാർബണിന്റെ വാലൻസി 4 ആണ്,
ബി എച്ചിന്റെ വാലൻസിയും 4ആണ്. അപ്പൊ കാർബണിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ബി എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. എനിക്ക് കാർബണിനെ മാറ്റി ബി എച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് ബൊറൈനാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് കാർബൊറൈൻസിനെ സിംപ്ലി ബൊറൈൻസ് ആക്കി മാറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് അവരുടെ സ്ട്രക്ചർ കണ്ടുപിടിക്കാം. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയിക്കോളും. നോക്കിക്കേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്ലോസോ കാർബൊറൈൻ? തന്നിട്ടുള്ളതിൽ ക്ലോസോ കാർബൊറൈൻ അല്ലാത്തത് ആര് എന്നാണ് ചോദ്യം. അപ്പൊ നോക്കിക്കേ, ഒന്നാമത്തെ ഓപ്ഷൻ C2B4H8. ഓക്കെ, C2B4H8 ആണ് ആദ്യത്തെ ആള്. ഞാൻ പറഞ്ഞു കാർബണിന്റെ സെയിം വാലൻസിയാണ് ആർക്ക്? ബി എച്ചിനുള്ളത്. അപ്പൊ കാർബണിനെ റീപ്ലേസ് ചെയ്ത് എനിക്ക് ആരെ കൊടുക്കാം? ഇവിടെ ബി എച്ച് എന്ന് കൊടുക്കാം. C2 അല്ലേ, അപ്പൊ ബി എച്ച് ട്വൈസ് B4H8 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ബി എച്ച് ട്വൈസിന് എനിക്ക് B2H2B4H8 എന്ന് എഴുതാമല്ലോ. അതായത് B6H8 9 10 എന്ന് എഴുതാം അല്ലെ. അപ്പൊ B6H10 എന്ന് പറയുന്നതിനെ നമുക്ക് B6H6+4 എന്ന് എഴുതാമല്ലോ. അപ്പൊ B6H6+4 എന്ന് പറഞ്ഞാൽ BnHn+4 ആണ്. ദാറ്റ് മീൻസ് അവരെന്താണ്? നിഡോ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നവരാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് മനസ്സിലായി, അവര് ക്ലോസോ, നോട്ട് എ ക്ലോസോ ആണ്. ക്ലോസോ അല്ല, മറിച്ച് ആരാണെന്ന് മനസ്സിലായി? നിഡോയാണെന്ന് മനസ്സിലായി. അപ്പൊ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ക്ലിയർ ആയോ? നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ബാക്കി ഓപ്ഷൻസിൽ എല്ലാവരും ക്ലോസോ ആയിരിക്കും വരുന്നത്. ആദ്യത്തെ ആൾ എന്തായാലും ക്ലോസോ അല്ലാതെ വന്നല്ലോ, നിഡോ ആയല്ലോ. അപ്പൊ ബാക്കി എല്ലാവരും എന്തായാലും ക്ലോസോ ആയിട്ടാണ് വരുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷനിൽ C2B5H7 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കാർബണിന് പകരം നമുക്ക് BH എന്ന് കൊടുക്കാം. കാർബൺ ട്വൈസ് ആയിട്ട് BH ട്വൈസ് B5H7. ഓക്കെ, BH ട്വൈസിനെ B2H2 എന്ന് എഴുതാം. ദെൻ B5H7. അപ്പൊ മൊത്തത്തിൽ എത്ര ബോറോൺ ഉണ്ട്? 7. മൊത്തത്തിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 9. അപ്പൊ B7H9 എനിക്ക് എങ്ങനെ എഴുതാം? B7H7+2 എന്ന് എഴുതാം. B7H7+2 എനിക്ക് എങ്ങനെ എഴുതാം? BnHn+2 എന്ന് എഴുതാം. അപ്പൊ BnHn+2 ഫോമിലുള്ളവർ എന്താണ്? ക്ലോസോയാണ്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനിലുള്ള ആള് ക്ലോസോ ആണ് എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി 3, 4 കൂടെ ഒന്ന് ചെയ്തു നോക്കാം. അടുത്ത ആള് C2B7H9 ആണ്. ഓക്കെ, C2ന് പകരം BH ട്വൈസ് B7H9. ഓക്കെ, അതിനെ B ട്വൈസ് H ട്വൈസ് B7H9 എന്ന് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ B9H11 എന്ന് എഴുതാം. അല്ലെങ്കിൽ B9H9+2 എന്ന് എഴുതാം. അതായത് BnHn+2 ഫോമിലാണ്. അതായത് അയാളും ഏത് സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്? ക്ലോസോ സ്ട്രക്ചർ ആണ്. അപ്പൊ ഇതും ക്ലോസോ ആണെന്ന് കിട്ടി, ഇതും ക്ലോസോ ആണെന്ന് കിട്ടി. അവസാനത്തെ ആളെ നോക്കാം. C2B10H12. ഇവിടെയും കാർബണിന് പകരം നമുക്ക് BH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ B10H12. BH ട്വൈസിനെ എങ്ങനെ എഴുതാം? B2H2. ബാക്കി അതുപോലെ B10H12. മൊത്തത്തിൽ ബോറോൺ എത്ര ആയി? 12 ആയി. മൊത്തത്തിൽ ഹൈഡ്രജൻ എത്ര ആയി? 14 ആയി. അപ്പൊ B12H14 എങ്ങനെ എഴുതാം? B12H12+2 എന്ന് എഴുതാം. അതിനെ ജനറലി എങ്ങനെ എഴുതാം? BnHn+2 എന്ന് എഴുതാം. BnHn+2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്ട്രക്ചർ എന്താന്ന് മനസ്സിലായി? ക്ലോസോ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ അവസാനത്തെ ആള് ക്ലോസോ ആണ്. അപ്പൊ ആര് മാത്രമേ ഉള്ളൂ ക്ലോസോ അല്ലാതെ കിട്ടിയത്? ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ ക്ലോസോ അല്ലാതെ കിട്ടിയത്, അല്ലെ നിഡോ ആയിട്ട് കിട്ടിയത്. ഓക്കെ, സോ അവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചോദ്യം കൂടെ നോക്കാം. The number of skeletal electrons present in the compound C2B3H5, C2B4H6, B5H9. ഇവിടെ 3 പേരെ തന്നിട്ടുണ്ട്. ഇവരുടെ ഓരോരുത്തരുടെയും കേസിൽ പ്രസന്റ് ആയിട്ടുള്ള സ്കെലിറ്റൽ ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, അപ്പൊ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് കണ്ടുപിടിക്കും. അതിനെ × 2 ചെയ്ത് കഴിഞ്ഞാൽ സ്കെലിറ്റൽ ഇലക്ട്രോൺസ് കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം ഓരോരുത്തരുടെ കേസിലും. ആദ്യത്തെ ആള് C2B3H5 ആണ്. C2ന് പകരം നമുക്ക് BH ട്വൈസ് എന്ന് കൊടുക്കാം. B3H5, B2H2, B3H5. അതിനെ B5H7 എന്ന് എഴുതാം. അതായത് B5
BnH5+2 അല്ലാന്നുണ്ടെങ്കിൽ BnHn+2 ഫോമിലാണ് ഇവർ. അതായത് ഇവർ ക്ലോസോ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ആദ്യത്തെ ആള് ക്ലോസോ ആണ്. ക്ലോസോ ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര ഇലക്ട്രോൺ പെയർസ് ഉണ്ട്? n+1 ഇലക്ട്രോൺ പെയർസ് ഉണ്ട്. എന്നിന്റെ വാല്യൂ എന്താണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്? 5. സോ 5+1 അല്ലെങ്കിൽ 6 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് ഉണ്ട്. അപ്പൊ എത്ര സ്കെലിറ്റൽ ഇലക്ട്രോൺസ് ഉണ്ട്? 6 × 2 12 സ്കെലിറ്റൽ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കിട്ടി. അടുത്ത ഓപ്ഷൻ നോക്കാം. C2B4H6. അതിനെ എങ്ങനെ എഴുതാം? BH twice B4H6. അതിനെ മൊത്തത്തിൽ B6H 6 2 8 B6H8 എന്ന് കിട്ടി അല്ലേ? അതായത് B6H6+2 എന്ന് കിട്ടി അല്ലേ? അപ്പൊ B6H6+2 ആണെങ്കിൽ BnHn+2 ഫോമിലാണ്. അതായത് ക്ലോസോയാണ്. ക്ലോസോ ആണെങ്കിൽ n+1 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് ഉണ്ട്. എന്നിന്റെ വാല്യൂ എത്ര? 6. അപ്പൊ 6+1 7. 7 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് എന്ന് പറഞ്ഞാൽ 7 × 2 14 ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പൊ ഇയാളുടെ കേസിൽ 12 ഇലക്ട്രോൺ കിട്ടി, ഇയാളുടെ കേസിൽ 14 ഇലക്ട്രോൺ കിട്ടി. അവസാനത്തെ നോക്കാം. B5H9. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? B5H5+4 എന്ന് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ BnHn+4 എന്ന് എഴുതാം. n+4 ആണെങ്കിൽ അത് ആരാണ്? നിഡോയാണ്. നിഡോ ആണെങ്കിൽ എത്ര സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് ഉണ്ട്? n+2 ഉണ്ട്. എന്നിന്റെ വാല്യൂ എന്താണ്? 5. 5+2 എന്താണ്? 7. 7 ഇലക്ട്രോൺ പെയർ ഉണ്ടെങ്കിൽ 7 × 2 14 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? അപ്പൊ ഓരോരുത്തരുടെ കേസിലും കിട്ടിയ സ്കെലിറ്റൽ ഇലക്ട്രോൺസിന്റെ എണ്ണം നോക്കിയേ. 12 14 14. ഏതാ കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ ബി 12 14 14. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? ജസ്റ്റ് കാർബറൈനെ ബൊറൈനാക്കി മാറ്റുക, സ്ട്രക്ചർ നോക്കുക, അതിനുശേഷം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുക. ഓപ്ഷൻ ബി 12 14 14 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബൊറൈൻസ് ആൻഡ് കാർബറൈൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബൊറൈൻസ് ആൻഡ് കാർബറൈൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.